ൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഒരു മിഷനറിയായി അല്പകാലമേ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ. മരണം അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നെടുത്തു. അദ്ദേഹം മരിച്ചു. ആ സമയത്ത് ഭാരതത്തിലെ ഗവർണറായിട്ട്, വൈസ്രോയായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്നത് ഈ റാഗ്ലൻഡിൻ്റെ കൂടെ പഠിച്ച ഒരു മനുഷ്യനാണ്. അവരൊരുമിച്ച് പഠിച്ചതാണ്. ഈ റാഗ്ലൻഡിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ വൈസ്രോയ്ക്ക് ഒരു ചിന്ത വന്നു, ശിവകാശിയിൽ പോകണം, ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒന്ന് കാണണം. അദ്ദേഹം ശിവകാശിയിൽ വന്നു. ഇന്ന് നാം ശിവകാശിയിൽ ചെല്ലുമ്പോൾ റാഗ്ലൻഡിൻ്റെ പേരുള്ള അനേക പള്ളികൾ അവിടെ കാണാം. ജീവിതം ചെറുതായിരുന്നു, അല്പകാലമേ ജീവിച്ചുള്ളൂ. പക്ഷേ അത് പ്രയോജനപ്രദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇംഗ്ലണ്ടിൽ സുഖമായി ജീവിക്കാമെന്നുള്ള തിരഞ്ഞെടുപ്പിനേക്കാൾ കർത്താവ് എന്താണ് വെച്ചത്, ആ വിളി അനുസരിച്ച് അദ്ദേഹം ശിവകാശിയിൽ വന്നു. വൈസ്രോയ് വന്ന് ഈ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, റാഗ്ലൻഡേ, നീ ഒരു പ്രഭുകുമാരനായി ജനിച്ചു. എന്നാൽ നീ യേശുവിന് വേണ്ടി നീ ഈ ഭാരതത്തിൽ വന്നു, ഭാരത മണ്ണിൽ നീ ഇല്ലാതെയായി. ഞാനൊരു സാധാരണക്കാരനായിട്ടാണ് ജനിച്ചത്, എന്നാൽ ഞാനിന്ന് വൈസ്രോയിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, when the King of Kings comes back, Ragland, I know you will be honored and I don't know what will happen to me. നീ അന്ന് ദൈവം, രാജാധിരാജാവ് നിന്നെ ആദരിക്കും, അതെനിക്കറിയാം. എന്നാൽ എനിക്കെന്ത് സംഭവിക്കും എനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പാണ്, തീരുമാനമാണ് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ ഭാവി നിർണയിക്കുന്നത്. ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരു പാവപ്പെട്ട മോവാബ്യ പെൺകുട്ടി രൂത്ത് ഒരു തീരുമാനമെടുത്തു. അവൾ യേശുവിൻ്റെ വലിയ വല്യമ്മച്ചിയായി തീർന്നു. റാഗ്ലൻഡ് പ്രഭുകുമാരൻ ഒരു തീരുമാനമെടുത്തു. രാജാധിരാജാവ് അവനെ ഒരു നാൾ മാനിക്കും. ഇന്നും അദ്ദേഹം ശിവകാശിയിൽ വന്നതുകൊണ്ട് അനേകർ യേശുവിനെ അറിയുവാൻ ഇടയായി. ഇന്ന് ഈ ട്രിനിറ്റി ചേർച്ചിൽ നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇന്ന് സേവികാ സംഘ ദിനമാണ്. പ്രിയ സഹോദരിമാരെ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഒരു ഇടവകയിലെ അംഗമെന്ന നിലയിൽ, ഒരു നല്ല നെയ്ബർ എന്ന നിലയിൽ എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ്? എനിക്ക് വേണ്ടി തന്നെ ജീവിച്ച് തീരുക എന്നുള്ളതാണോ? ഒരു മെഴുകുതിരിക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കഴിഞ്ഞ ഒരു ഞായറാഴ്ചത്തെ മനോരമ പത്രത്തിലെ ചിന്താവിഷയമായിരുന്നു. ഒന്നുകിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബോക്സിനകത്ത് അതിനെ അടച്ച് നല്ല റിബണൊക്കെ കെട്ടി ഷെൽഫിൻ്റെ ഒരു മൂലയ്ക്ക് വെക്കാം. അല്ലെങ്കിൽ ഈ മെഴുകുതിരി കത്തി ശോഭ കൊടുക്കാനായിട്ട് തീരുമാനിക്കാം. ശോഭ കൊടുക്കുന്തോറും ഈ മെഴുകുതിരി ഇല്ലാതാകുകയാണ്, ഉരുകി ഇല്ലാതാകുകയാണ്. എന്നാൽ ഫലമുണ്ട്. അത്രയും പ്രദേശത്തെ ഇരുട്ടില്ലായ്മ ചെയ്യുകയാണ്, പ്രകാശം പരത്തുകയാണ്. നമ്മുടെ ജീവിതം അതിനായിട്ട് നാം സമർപ്പിക്കുമോ? യേശുവേ, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. ഓർപ്പയെ പോലുള്ളൊരു ടെമ്പററി ഡിസിഷൻ അല്ല. ആ രൂത്തിനെ പോലെ എന്നും ഞാൻ നിൻ്റെ അടിമ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരായുസ്സുള്ളത് എങ്ങനെയെങ്കിലും പ്രകാശം പരത്തി എന്നാൽ ആവോളം നന്മ ചെയ്ത് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിന് സഹായിക്കട്ടെ.